IPLന്റെ 19 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് റൈവൽറിയിൽ ഒരു ചെന്നൈ താരം സെഞ്ചുറി നേടിയിരിക്കുന്നു. സഞ്ജു സാംസൺ. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ സെഞ്ചുറിയോടെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും അധികം സെഞ്ചുറി നേടുന്നവരുടെ ലിസ്റ്റിൽ സഞ്ജു സാംസൺ 5ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. 8 സെഞ്ചുറിയുമായി വിരാട് കോഹ്ലിയാണ് 1ാം സ്ഥാനത്ത്. ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി സഞ്ജു സാംസൺ 7 മത്സരങ്ങളിൽ നിന്ന് മാത്രം 2 സെഞ്ചുറിയാണ് ഇതോടെ നേടിയിരിക്കുന്നത്. T20 ഇൻ്റർനാഷണലിലും IPLലും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം സെഞ്ചുറി നേടിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ കൂടിയാകുകയാണ് സഞ്ജു സാംസൺ. ഇനി എങ്ങനെയാണ് സഞ്ജു സാംസനെ അടുത്ത വർഷം സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്ന ODI വേൾഡ് കപ്പിൽ നിന്നും ഒഴിവാക്കുന്നത്? കാരണം സഞ്ജു സാംസൻ്റെ ഏകദിന സെഞ്ചുറി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ്. തനിമല്ല 2 വർഷം മുമ്പ് സൗത്ത് ആഫ്രിക്കയിൽ നടന്നിരുന്ന T20 സീരീസിൽ 2 ഗംഭീര സെഞ്ചുറികളാണ് സഞ്ജു സാംസൺ നേടിയിട്ടുള്ളത്. പിന്നെ നിലവിൽ സഞ്ജു സാംസൺ അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ പീക്ക് ഫോമിലാണെന്ന് പറയാം. T20 വേൾഡ് കപ്പിൽ 3 നോക്കൗട്ട് മത്സരങ്ങളിൽ അദ്ദേഹം നേടിയ ഇന്നിങ്സുകൾ, അതുപോലെ തന്നെ ഇപ്പോൾ IPLൽ ചെന്നൈക്ക് വേണ്ടി 7 മത്സരങ്ങളിൽ നിന്ന് മാത്രമാണ് 2 സെഞ്ചുറി അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ ഏറ്റവും മികച്ച ഫോമിലേക്ക് ടൂർണമെൻറ്റിൽ തന്നെ ഉയർന്നിരിക്കുകയാണ് ചെന്നൈ ബോളിംഗ് പട. കാരണം ചെന്നൈയുടെ ബോളിങ്ങിനെ കുറിച്ച് ടൂർണമെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആരാധകർക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ടൂർണമെൻറ്റ് പകുതിയോടെ അടുക്കുമ്പോൾ ചെന്നൈയുടെ ബോളേഴ്സാണ് പല കാര്യങ്ങളിലും മുന്നിൽ. പർപ്പിൾ ഹോൾഡറുടെ ലിസ്റ്റിൽ അൻഷുൽ കാംബേജ് 1ാമതെത്തി നിൽക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ ബോളർമാരുടെ ലിസ്റ്റിൽ 2 പേരും ആദ്യ 2 സ്ഥാനങ്ങളിൽ വന്നിട്ടുള്ള 2 പേരും ചെന്നൈ സൂപ്പർ കിങ്സിലാണ്. 1ാം സ്ഥാനത്ത് അഖിൽ ഹുസൈൻ 17 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റ്. 2ാം സ്ഥാനത്ത് ഓവർട്ടൺ 18 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ സഞ്ജു സാംസൺ മാത്രമേ പ്രതീക്ഷയ്ക്ക് ഉയർന്നുള്ളൂ. ഋതുരാജ് ഗെയ്ക്വാദും ശിവൻ ദുബെയും വളരെ മോശം ഫോമിലാണ് ഈ ടൂർണമെൻറ്റിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 6 പോയിൻറ്റുമായി 5ാം സ്ഥാനത്തുള്ള ചെന്നൈ സൂപ്പർ കിങ്സിന് നിലവിൽ പ്രതീക്ഷിക്കുകയുണ്ട് നോക്കൗട്ടിലെത്താനായിട്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സഞ്ജു സാംസൺ തന്നെ പെർഫോം ചെയ്താലേ ഇന്ത്യക്ക് നോക്കൗട്ടിലെത്താൻ പറ്റുകയുള്ളൂ. കാരണം മറ്റൊരാളെയും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ചെന്നൈ സൂപ്പർ കിങ്സിൽ. എങ്കിലും മറ്റുള്ളവർ കൂടി പ്രതീക്ഷയ്ക്ക് ഉയരുകയാണെങ്കിൽ അടുത്ത മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ചെന്നൈ സൂപ്പർ കിങ്സിന് നോക്കൗട്ടിലും ഫൈനലിലെത്താൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കും.